ഗാസയിലെ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന സഹായ ബോട്ട് തടഞ്ഞ ഇസ്രായേൽ സൈന്യം. സ്വീഡിഷ് കാലാവസ്ഥാ പ്രചാരണ പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ്, യൂറോപ്യൻ പാർലമെന്റ് ഫ്രഞ്ച് അംഗം റീമ ഹസൻ എന്നിവർ സഞ്ചരിച്ച സഹായ ബോട്ടാണ് ഇന്ന് പുലർച്ചെ സൈന്യം തടഞ്ഞത്. ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലീഷൻ സംഘടിപ്പിച്ച ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു തടഞ്ഞ സഹായ ബോട്ട്. മാഡ്ലീൻ എന്ന് പേരിട്ടിരുന്ന ബ്രിട്ടീഷ് പതാക കപ്പലിൽ പലസ്തീൻ അനുകൂല വിഭാഗമായിരുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ജൂൺ 6-നാണ് കപ്പൽ സിസിലിയിൽ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് വൈകുന്നേരം ഇസ്രായേൽ സൈനികർ തടയാതെ ഗസ മുനമ്പിൽ എത്തുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഫ്രീഡം ഫ്ലോട്ടില്ല ബോട്ടിലെ എല്ലാ ജീവനക്കാരെയും ഇന്ന് 2 മണിയോടെ സൈന്യം അറസ്റ്റ് ചെയ്തതായി പോസ്റ്റിൽ പറയുന്നു. അതേസമയം ഗാസയിലെ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സൈന്യം സഹായ ബോട്ട് തടഞ്ഞതെന്നാണ് ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ഗാസയിലേക്കുള്ള സഹായം മാനുഷിക പരിഗണനയോടെ തന്നെ കൈമാറുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു.